നമസ്കാരം. ഇക്കുറി കേരളത്തിൽ 100% CPM വിജയമുറപ്പിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF അനുകൂല തരംഗത്തിൽ മറ്റു മണ്ഡലങ്ങളെപ്പോലെ CPMന്റെ കയ്യിൽ നിന്നും ഒലിച്ചുപോയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വലിയൊരു രാഷ്ട്രീയ വിജയം കൂടിയായിരുന്നു ആറ്റിങ്ങലിലെ UDFന്റെ വിജയം. ആറ്റിങ്ങൽ മണ്ഡലം UDF തിരിച്ചുപിടിക്കാനിടയായത് ഉമ്മൻചാണ്ടി കാരണം തന്നെയാണ്. അടൂർ പ്രകാശിനെ നിർബന്ധിച്ച് എതിർശബ്ദങ്ങളെ നിശബ്ദരാക്കി പാർട്ടിയുമായി കലഹിച്ചു തന്നെയാണ് ഉമ്മൻചാണ്ടി കോന്നിയിൽ നിന്നും അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ മണ്ഡലം നൽകിയത്. CPM കോട്ടയായ ആറ്റിങ്ങലിൽ ഒരിക്കൽ പോലും വിജയപ്രതീക്ഷയില്ലായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പോലും പറഞ്ഞിരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് CPMൽ നിന്നും UDF, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. എന്നാൽ ഇക്കുറി തങ്ങളുടെ മണ്ഡലം തിരികെ പിടിക്കാൻ CPM രംഗത്തിറക്കിയത് നാട്ടുകാരനും ജനകീയനും അതോടൊപ്പം MLAയുമായ വി ജോയിയാണ്. ഈഴവ സമുദായം പ്രാതിനിധ്യം കൂടുതലുള്ള ഈ മണ്ഡലത്തിൽ സമുദായാംഗമായ ഒരാളെ തന്നെ CPM തിരഞ്ഞെടുത്തതും അടൂർ പ്രകാശും ഇതേ സമുദായത്തിൽ നിന്നുള്ള ആൾ എന്നതിനാലാണ്. CPM ഇക്കുറി വിജയം ഉറപ്പിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. എന്നാൽ അത് ശരിവയ്ക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും MPയുമായ അടൂർ പ്രകാശ് പറയുന്നത്. UDF പ്രവർത്തകർ, പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന അടൂർ പ്രകാശ് തുറന്നു പറഞ്ഞിരിക്കുന്നു. പാലോട് രവിയെ പോലുള്ള സീനിയർ നേതാക്കൾക്കെതിരെ അദ്ദേഹം AICCക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് KPCCക്ക് പരാതി നൽകിയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് KPCCയോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇക്കുറി ഇലക്ഷനെ നേരിട്ടത് കെട്ടുറപ്പില്ലാതെ എന്നുള്ളത് തന്നെയാണ്. തന്റെ ബൂത്തിലിരിക്കാൻ പോലും ആളുകളില്ലായിരുന്നെന്നും അടൂർ പ്രകാശ് തുറന്നടിക്കുന്നു. തനിക്ക് വേണ്ടി ചില ബൂത്തുകളിൽ CPM അനുഭാവികൾ തന്നെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്നിരുന്നെന്നും അദ്ദേഹം പറയുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തവണത്തെ ഇലക്ഷനിൽ UDFൽ ഐക്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതേ അഭിപ്രായം തന്നെയാണ് തൃശൂർ മത്സരിച്ച K മുരളീധരനും പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ എല്ലാ മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥിതി ഇങ്ങനെയായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം തന്നെയായിരിക്കും ഇടതുപക്ഷം നേടുക. ഒരുപക്ഷെ 2004 ആവർത്തിക്കാനും സാധ്യതയുണ്ടെന്നും കരുതുന്നു. കോൺഗ്രസ് നേതാക്കളും അണികളും തനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന അടൂർ പ്രകാശിന്റെ വാർത്ത സ്ഥിരീകരിക്കുന്നത് തന്റെ തോൽവി പറയാതെ തന്നെ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.